ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് വെള്ളപ്പത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പം വെള്ളപ്പം ചുടാനായിട്ട് നമ്മൾ രാത്രി തന്നെ മാവെല്ലാം സെറ്റാക്കി വെക്കേണ്ടതുണ്ട്. അപ്പം അതിനായിട്ട് ഞാൻ തലേ ദിവസം തന്നെ പച്ചരി പുതിർത്തി വെച്ച് 4-5 മണിക്കൂർ പുതിർത്തിയതിന് ശേഷമേ പൊടിക്കാൻ പാടുള്ളൂ. അങ്ങനെ നന്നായി കഴുകി പച്ചരി പുതിർത്തിയതായിരുന്നു. അത് ഞാനൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് പൊടിച്ചെടുക്കുകയാണ്. അപ്പം നല്ല രീതിയിൽ തന്നെ പൊടിച്ചെടുക്കേണ്ടതുണ്ട്. അപ്പോൾ പാകത്തിന് വെള്ളവും കൂടി ചേർത്ത് ഞാൻ പൊടിച്ചെടുക്കുകയാണ്. അപ്പോൾ ഇത്ര വെള്ളമേ പാടുള്ളൂ കേട്ടോ, ഓവർ വെള്ളമാവാൻ പാടില്ല. നമുക്ക് നല്ല രീതിയിൽ വെള്ളപ്പം കിട്ടണമെങ്കിൽ വെള്ളം പാകത്തിനാവണം. നല്ല കുറുക്കത്തിലും ആവരുത്, നല്ല ലൂസിലും ആവരുത്. നമ്മുടെ ദോശമാവിനേക്കാൾ ഇത്തിരി ഒരു കുറുക്കം വേണം കേട്ടോ വെള്ളപ്പത്തിന്. അപ്പം ഞാൻ മിക്സി കവറിട്ട് മൂടി വെക്കുന്നൊരു ശീലമുണ്ട്. പൊടിയൊക്കെ പാറുന്നതിന് നല്ലൊരു കാര്യമാണ്. അങ്ങനെ ഞാൻ നന്നായിട്ട് മിക്സിയിലിട്ട് പൊടിച്ചെടുത്ത് മാവ് റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഈ രീതിയിലാണ് മാവ് കിട്ടിയിട്ടുള്ളത് പൊടിച്ചപ്പം. അതുപോലെ തന്നെ വേണം. അങ്ങനെ ഞാൻ 2 പ്രാവശ്യമായിട്ട് പച്ചരി പൊടിച്ചെടുത്തിട്ടുണ്ട്. അരച്ചെടുത്ത മാവ് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ജാറിലേക്ക് കുറച്ച് തേങ്ങയും കുറച്ച് ചോറും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് ലേശം വെള്ളവും കൂടി ഒഴിച്ച് 1 സ്പൂൺ പഞ്ചസാരയും അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പഞ്ചസാര ഇട്ട് കൊടുക്കുന്നത് നല്ലതാണ്, നല്ലൊരു ക്രിസ്പി കിട്ടാൻ വേണ്ടിയിട്ടാണ്. കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. പഞ്ചസാര ഇട്ടതിന് ശേഷം ഞാൻ 1 സ്പൂൺ ബേക്കിംഗ് സോഡ അപ്പക്കാരം കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എല്ലാം കൂടി ഇട്ടിട്ട് വീണ്ടും നന്നായിട്ട് മിക്സിയിൽ അരച്ചെടുക്കുക. എന്നിട്ട് ആ മാവിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എല്ലാതും കൂടി നന്നായിട്ട് ഒരു കയ്യിൽ വെച്ചിട്ട് ഇളക്കി കൊടുക്കുക. കുറച്ച് നേരം നല്ല രീതിയിൽ ഇളക്കി അടച്ച് മൂടി വയ്ക്കുക. റെസ്റ്റിന് ശേഷം നമുക്ക് ചുട്ടെടുക്കാം. രാവിലെ ആയപ്പോഴേക്കും ഞാൻ അത് തുറന്ന് അതിലേക്ക് ഇത്തിരി ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. തലേ ദിവസം ഉപ്പിട്ട് കൊടുക്കാത്തത് കൊണ്ട് തന്നെ ഞാൻ ഇപ്പോഴാണ് ഉപ്പിട്ട് കൊടുക്കുന്നത്. അങ്ങനെ ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കിയിട്ട് നമുക്ക് വെള്ളപ്പച്ചട്ടി വെച്ചിട്ട് ചുട്ടെടുക്കാം. അപ്പം വളരെ പെട്ടെന്ന് നമുക്ക് മടിയൊന്നും കൂടാതെ ചെയ്യാൻ പറ്റുന്ന ഒരു ഐറ്റമാണ് വെള്ളപ്പം. തലേ ദിവസം മാവ് റെഡിയാക്കിയതുകൊണ്ട് തന്നെ രാവിലെ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കാം. അപ്പം ഈ വെള്ളപ്പ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പം വളരെ സോഫ്റ്റ് ആയിട്ടുള്ള വെള്ളപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ നല്ല കടലക്കറിയും പരിപ്പ് കറിയൊക്കെ ആയിട്ട് കഴിക്കാനായിട്ട് നല്ലൊരു ടേസ്റ്റാണ്. അപ്പം നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഓക്കേ.